ഹലോ, വെൽക്കം ടു Fries മലയാളം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ പൊട്ടാറ്റോ വെജസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു സ്നാക്കായിട്ടും കഴിക്കാം, സ്റ്റാർട്ടറായിട്ടും കഴിക്കാം. പോരാതെ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം, ഫ്രൈയും ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഫ്രൈഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ വെജസ് ആണ്. ഈ പൊട്ടാറ്റോ വെജസിൻ്റെ മുൾഭാഗം ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും. എനിക്ക് നല്ല ഇഷ്ടമുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ. ചെറിയ ഉരുളക്കിഴങ്ങായാലും കുഴപ്പമില്ല, ചെറിയ വെഡ്ജസ് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ. പീൽ ചെയ്യണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ, എന്താ വെച്ചാൽ പൊട്ടാറ്റോ വെജസ് സ്കിന്നോട് കൂടിയാണ് ഉണ്ടാക്കുക. പക്ഷേ എൻ്റെ വീട്ടിൽ ആരും തൊലിയോട് കൂടി കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇത് പീൽ ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതങ്ങനെ വെക്കാം കേട്ടോ. ഇതേ ഇപ്പോൾ ഞാൻ പീലൊക്കെ ചെയ്ത് അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. ഈ വെജസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഒരു ഷേപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഒരു ഉരുളക്കിഴങ്ങിനെ പകുതിയായിട്ട് മുറിക്കാം. എന്നിട്ട് അതിനെ പുറത്തുനിന്ന് സെൻറ്ററിലേക്ക് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു വെഡ്ജിൻ്റെ ഷേപ്പായിട്ട് കിട്ടുക. ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇപ്പോൾ ഇതൊന്ന് നോക്കിയേ, ഒരു വഞ്ചിയുടെ ഷേപ്പ് പോലെ ഇല്ലേ, അതുപോലത്തെ ഷേപ്പായിട്ട് കിട്ടും. കുറച്ച് കട്ട് ചെയ്തെടുക്കായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വെഡ്ജസ് കുറച്ചും കൂടി ക്രിസ്പി ആവും. അപ്പോൾ അതേ എല്ലാ ഉരുളക്കിഴങ്ങും ഞാൻ വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിൽ കുറേ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കൈകൊണ്ട് തന്നെ തിരുമ്മി ഇതിൻ്റെ സ്റ്റാർച്ച് കളയാം. ഇത് നന്നായിട്ടൊന്നിങ്ങനെ തിരുമ്പുമ്പോൾ കണ്ടോളൂ ഈ വെള്ളത്തിൻ്റെ കളർ മാറി വരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ അർത്ഥം ഇതിനുള്ളിൽ നിന്ന് സ്റ്റാർച്ച് കുറച്ചായിട്ട് പുറത്തേക്ക് വരുന്നതാണ്. ഇനി ഈ ഉരുളക്കിഴങ്ങിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉപ്പ് എന്തിനാണ് ഇട്ട് കൊടുക്കണമെന്ന് അറിയോ? ഉപ്പിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അതിനുള്ളിൽ നിന്ന് സ്റ്റാർച്ചൊക്കെ റിമൂവ് ചെയ്യാൻ ഉപ്പ് ഹെൽപ്പ് ചെയ്യും. ഈ വെള്ളം ഒന്ന് നന്നായി തിളയ്ക്കുമ്പോൾ നോക്കിയേ, ഈ സ്റ്റാർച്ചൊക്കെ പുറത്ത് വരുന്നുണ്ട, കണ്ടില്ലേ? ഈ വെള്ള കളർ കാണുന്നതാണ് ഈ സ്റ്റാർച്ച്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഒരു പകുതി വേവാകുമ്പോൾ എടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഫ്രൈ ചെയ്യും, അപ്പോൾ കംപ്ലീറ്റ്ലി വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു 60-70% വരെ വേവിച്ചെടുക്കാം. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ വേവ് ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർക്ക് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ വേവ് കറക്റ്റ് ആണോ എന്ന് അറിയും. കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവും, എന്നാൽ കറക്റ്റായിട്ട് ബോയിലായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി ഒരു കോട്ടിംഗ് വേണം. അപ്പോൾ നമുക്ക് കോട്ടിംഗ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്ര ഉരുളക്കിഴങ്ങ് എടുക്കണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ മൈദ കൂട്ടിയും കുറച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഈ കോൺഫ്ലോർ ഇടുന്നത് ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്താൽ നമ്മുടെ വെഡ്ജസിൻ്റെ കോട്ടിങ്ങിന് നല്ല ക്രിസ്പിനെസ് കിട്ടും. അതുകൊണ്ട് ഇത് ഒഴിവാക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. നല്ല പിസ്സ സീസണിങ് ഉണ്ടല്ലോ, ഒറിഗാനോ, തൈം, ആ സംഭവം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1-1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് നമുക്കിതിനൊന്ന് ലൂസ് ബാറ്റർ ആക്കി എടുക്കാം. അതെ, നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം കേട്ടോ. കുറച്ച് ലൂസ് വാട്ടറി ആയിരിക്കണം. എന്താണെന്നറിയോ, തിക്കായിരുന്നുണ്ടല്ലോ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ക്രിസ്പി ആവില്ല, പോരാതെ ഉള്ളിൽ വേവാനും ബുദ്ധിമുട്ടാവും. നല്ല ലൈറ്റ് കോട്ടിംഗ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ വെജസ് നല്ല ക്രിസ്പി ആയി കിട്ടും. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിനുള്ളിലിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കോട്ടിങ് ഇത്ര ലൈറ്റായിട്ട് പോലും അതിൻ്റെ നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഈ ഹെർബ്സൊക്കെ, കണ്ടില്ലേ? ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. കുറച്ച് നേരം സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് വറുക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വറുത്താൽ ഇത് എണ്ണ കുടിക്കുകയും ചെയ്യും, പോരാതെ ഇത് ഭയങ്കര സോഗി ആയി പോവും, ക്രിസ്പി ആവില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കണം കേട്ടോ, ഞാൻ അപ്പോൾ റിപ്ലൈ തരാം. പിന്നെ നമ്മൾ ഈ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓളാക്കി വെക്കുക. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് കൂടുതൽ ഓയിൽ കുടിക്കും കേട്ടോ. ഹെൽത്ത് വൈസ് നോക്കിയാൽ ബേക്കിംഗ് ആണ് കൂടുതൽ നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. പക്ഷേ ടേസ്റ്റ് വൈസ് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മളിത് സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കണില്ലല്ലോ, വല്ല മാസത്തിൽ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതേ നമ്മളുടെ വെഡ്ജസ് ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇനി ഒരു കാര്യമുണ്ട്, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിലും കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർലിക് ഇഷ്ടമാണെങ്കിൽ, വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ആ ഗാർലിക്കും നമ്മളെ വെളുത്തുള്ളിയും കൂടി ചേർന്ന് വന്നാണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ ബാച്ചും ഉരുളക്കിഴങ്ങ് വറുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ബട്ടറും വെളുത്തുള്ളിയും ചേർന്നാണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഈ ഗാർലിക് ബ്രെഡൊക്കെ ഇല്ലേ, അതിൻ്റെ പോലെ. ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ റെസിപ്പിയും കൂടി ഇടാം കേട്ടോ.
ഇനി ഈ ബട്ടറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ആ മണമൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ലൈറ്റായിട്ട് സോട്ടേ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഈ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി വെക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ വെഡ്ജസ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഇതിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ചേർത്താൽ നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കിട്ടും. അപ്പോൾ ഇത് യൂഷ്വലി ചില്ലി സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ചില്ലി സോസൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ തന്നെ തിന്നാനാണ് ഇഷ്ടം. അതാ ടേസ്റ്റ്. പക്ഷേ പലർക്കും പല ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു. അയ്യോ, ദേ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ.